ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള കേരള യൂണിവേഴ്സിറ്റി 2025-26 അക്കാഡമിക് ഇയറിലോട്ടുള്ള ഡിഗ്രി വിവിധ കോഴ്സിലോട്ടുള്ള ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. അതായത് കേരള യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള ഗവൺമെൻറ് കോളേജസ്, അതേപോലെ എയ്ഡഡ് കോളേജസ്, അതേപോലെ സെൽഫ് ഫിനാൻസ് കോളേജസിൽ വിദ്യാർത്ഥികളുടെ +2 മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രകാരമുള്ള അഡ്മിഷനാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചുള്ളത്. നേരത്തെ കേരള യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ, അതായത് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള ടീച്ചിങ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് എൻട്രൻസ് പരീക്ഷ അടിസ്ഥാനമാക്കിയിട്ടുള്ള അപേക്ഷ ക്ഷണിച്ചിരുന്നു. അപ്പോൾ അതിനുശേഷം ഏറ്റവും അവസാനമായിട്ട് വിദ്യാർത്ഥികൾ കാത്തിരുന്ന ഡിഗ്രി നോർമൽ അഡ്മിഷനാണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് നോക്കുവാനും ആമുഖമായിട്ട് ഓർപ്പെടുത്താണ്. അപ്പോൾ നേരത്തെ MG യൂണിവേഴ്സിറ്റി സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രകാരമുള്ള അഡ്മിഷൻ അപേക്ഷ വിളിച്ചിരുന്നു. ഇപ്പോൾ രണ്ടാമതായിട്ട് കേരള യൂണിവേഴ്സിറ്റി ഇപ്പോൾ അപേക്ഷ വിളിച്ചിരിക്കുകയാണ്. ഇനി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും കണ്ണൂർ യൂണിവേഴ്സിറ്റിയും ഉടൻ തന്നെ വിദ്യാർത്ഥികൾക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കേരള യൂണിവേഴ്സിറ്റി എങ്ങനെ അപേക്ഷ കൊടുക്കാൻ സാധിക്കും, അതുമായി ബന്ധപ്പെട്ട കാര്യം നോക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കുക, ഒഫീഷ്യൽ വെബ്സൈറ്റ് നോട്ട് ചെയ്ത് വെക്കുക. admissions.keralauniversity.ac.in ജസ്റ്റ് ഗൂഗിൾ അടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് ഫസ്റ്റ് ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലോട്ട് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒന്നാമതായിട്ട് കാണാൻ സാധിക്കും FIUGP. നേരത്തെ വിളിച്ചത് FIUGP CSS ആണ്. അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം, യൂണിവേഴ്സിറ്റിയുടെ ടീച്ചിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ എൻട്രൻസ് പരീക്ഷ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഡിഗ്രി 4 വർഷത്തെ കോഴ്സായിരുന്നു. ഇപ്പോൾ നോർമലായിട്ടുള്ള അഡ്മിഷനാണ്. അതായത് അഡ്മിഷൻ ടു 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് ഇൻ ദി കോളേജസ് അഫിലിയേറ്റഡ് ടു ദി യൂണിവേഴ്സിറ്റി ഓഫ് കേരള, അതായത് ഗവൺമെൻറ് എയ്ഡഡ് സെൽഫ് ഫിനാൻസ് കോളേജ്. അപ്പോൾ ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒഫീഷ്യലായിട്ട് പേജിലോട്ട് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഒന്നാമതായിട്ട് ഈ ഒരു പ്രോസ്പെക്ട്സ് കൃത്യമായിട്ട് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓൺലൈൻ അഡ്മിഷൻ 2025-26 പ്രോസ്പെക്ട്സ്. അപ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പ്രോസ്പെക്ട്സ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു പ്രോസ്പെക്ട്സിൽ ഏകദേശം എല്ലാ കാര്യങ്ങളും പ്രോസ്പെക്ട്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അപ്പോൾ ഓരോ കാര്യം കൃത്യമായിട്ട് വായിച്ച് നോക്കുക. അതേപോലെ തന്നെ ഏതൊക്കെയാണ് കോളേജസ്, അതേപോലെ തന്നെ സീറ്റ്, അതേപോലെ എലിജിബിലിറ്റി തുടങ്ങിയ എല്ലാ കാര്യം ഈ ഒരു പ്രോസ്പെക്ട്സിൽ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജസ്റ്റ് 15ാമത്തെ പേജിൽ നിങ്ങൾക്ക് ഓരോ കോഴ്സും അതിൻ്റെ എലിജിബിലിറ്റിയും, അതായത് മാത്തമാറ്റിക്സ് ആണെങ്കിൽ ജസ്റ്റ് +2 സയൻസ്, അതായത് മാത്തമാറ്റിക്സ് പഠിച്ചിട്ടുള്ള സയൻസ് വിഭാഗം മാത്തമാറ്റിക്സ് പഠിച്ച വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി മാത്തമാറ്റിക്സിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ മിനിമം ജസ്റ്റ് ഹയർ സെക്കൻഡറി പാസ്സായിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ പറയുന്ന കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ജുവോളജി, ബോട്ടണി, ജിയോളജി, ജിയോഗ്രഫി, ഹോം സയൻസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, പോളിമർ കെമിസ്ട്രി, ബയോകെമിസ്ട്രി, ഇങ്ങനെ വിവിധ കോഴ്സുകളാണ് യൂണിവേഴ്സിറ്റി കീഴിലുള്ളത്. അപ്പോൾ ഓരോ കോഴ്സും കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. അപ്പോൾ നിങ്ങൾ ഏത് കോഴ്സാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ആ കോഴ്സിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. നോർമലായിട്ട് സയൻസ് വിഭാഗത്തിലാണെങ്കിൽ സയൻസും, അതേപോലെ കൊമേഴ്സ് വിഭാഗത്തിൽ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് വിഭാഗക്കാർക്ക് നോർമലായിട്ടുള്ള എക്കണോമിക്സ് ഉൾപ്പെടെ എല്ലാ കോഴ്സുകളും ആ രീതിയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. അതേപോലെ തന്നെ അപേക്ഷയിലോട്ട് പോകുന്നതിന് മുമ്പ് കൃത്യമായിട്ട് ഏതൊക്കെയാണ് കോളേജസ്, ഈ കോളേജിൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് വിദ്യാർത്ഥികൾ എഴുതി വെക്കണം. അപ്പോൾ നിങ്ങൾക്കിവിടെ പ്രോസ്പെക്ട്സിൽ ജസ്റ്റ് 34ാമത്തെ പേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലിസ്റ്റ് ഓഫ് കോളേജസ് ആൻഡ് പ്രോഗ്രാംസിൽ. ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു പ്രോസ്പെക്ട്സിൽ ഇവിടെ വന്ന് നിങ്ങൾ കൃത്യമായിട്ട് ഒരു പേപ്പർ എഴുതി വെച്ചിട്ട് നിങ്ങൾ ഉദാഹരണത്തിന് സയൻസ് കഴിഞ്ഞ വിദ്യാർത്ഥിയാണെങ്കിൽ BC കെമിസ്ട്രിയാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ BC കെമിസ്ട്രി ഏതൊക്കെയാണ് കോളേജസ്, ആ കോളേജിൽ നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കോളേജ് ഓർഡർ വൈസ് ഒന്നാമത് കിട്ടിയാൽ ഏത് കോളേജിൽ പോകും, രണ്ടാമത് കിട്ടിയാൽ ഏത് കോളേജിൽ പോകും, മൂന്നാമത് കിട്ടിയാൽ ഏത് കോളേജിൽ പോകും, ആ രീതിയിൽ നിങ്ങൾ റാങ്ക് അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് എഴുതി വെക്കുക. ഒരു 10 കോളേജസ് നിങ്ങൾ അടുത്തുള്ളത് നിങ്ങൾ കിട്ടിയാൽ പോകുമെങ്കിൽ ആ 10 കോളേജിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി അനുസരിച്ച് 1, 2, 3, 4, 10 വരെ നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കുക. പിന്നെ അതോടൊപ്പം തന്നെ സ്വാഭാവികമായിട്ടും ഈ വിദ്യാർത്ഥിനെ കെമിസ്ട്രി കൂടാതെ ഫിസിക്സ് കൂടി കിട്ടിയാൽ പോകുമെങ്കിൽ ഫസ്റ്റ് കെമിസ്ട്രിയാണ് വേണ്ടതെങ്കിൽ ആദ്യത്തെ 10 ഓപ്ഷൻസ് ഫിസിക്സ് കൊടുക്കുന്നു, രണ്ടാമത് കെമിസ്ട്രി കൊടുക്കുന്നു. ആ രീതിയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓർഡർ പ്രകാരം എഴുതി വെക്കാൻ സാധിക്കും. അപ്പോൾ അതേ രീതിയിൽ കൃത്യമായിട്ട് അപേക്ഷ പേജിലോട്ട് പോയിട്ട് ആ സമയത്ത് എഴുതി വെക്കാതെ ഇപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെച്ചതിന് ശേഷം നിങ്ങൾ അപേക്ഷ കൊടുത്താൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗവൺമെൻറ് കോളേജസും ഉണ്ട്, അതേപോലെ എയ്ഡഡ് കോളേജസും ഉണ്ട്, അതേപോലെ സെൽഫ് ഫിനാൻസ് കോളേജസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡഡ് കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചാൽ മാത്രമാണ് നിങ്ങൾ ഫീസ് ഇല്ലാതെ പഠിക്കാൻ സാധിക്കുക. എന്നാൽ സെൽഫ് ഫിനാൻസ് നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നിങ്ങൾ കൃത്യമായിട്ട് സെമസ്റ്റർ ഫീ, അതായത് ഓരോ സെമസ്റ്റർ നിശ്ചിത ഫീസ് ഓരോ സബ്ജക്റ്റ് നിങ്ങൾ കൊടുത്ത് നിങ്ങൾ പഠിക്കണം. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് എയ്ഡിൽ നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷനായിട്ട് കൊടുക്കുക. തീരെ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജ് നിങ്ങൾക്ക് ആശ്രയിക്കാൻ സാധിക്കും. അല്ലാത്തവരൊക്കെ ഫസ്റ്റ് ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകൾ നോക്കിയിട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിലുള്ള ഗവൺമെൻറ് എയ്ഡഡ് കോളേജസിൽ ഓരോ ജില്ലാ ബേസായിട്ട് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത് ട്രിവാൻഡ്രം ജില്ലയിലുള്ള കോളേജാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഓരോ കോളേജ്, ഉദാഹരണം ഒന്നാമത്തെ ഗവൺമെൻറ് കോളേജ് ഫോർ വുമൺ, ഓക്കെ, ട്രിവാൻഡ്രം, അവിടെ ഏതൊക്കെ കോഴ്സുകളുള്ളത്, ഉദാഹരണത്തിന് BA,
BA വിഭാഗത്തിലെ കോഴ്സുകൾ, BSc വിഭാഗത്തിലെ കോഴ്സുകൾ, അതിന് സീറ്റുകളുടെ എണ്ണം ഉൾപ്പെടെ എല്ലാ കാര്യവും ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ രണ്ടാമത് ഗവൺമെൻറ് ആർട്സ് കോളേജ്. ഓക്കെ, അവിടെ BA കോഴ്സ്, BSc കോഴ്സ്, BCom കോഴ്സ്, ഓരോ കോഴ്സുകളും സീറ്റുകളുടെ എണ്ണം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജില്ലാ അടിസ്ഥാനത്തിൽ കൊടുത്തുകൊണ്ട് തന്നെ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കേരള യൂണിവേഴ്സിറ്റി കീഴിലുള്ള ജില്ലകളായിട്ടുള്ള ട്രിവാൻഡ്രം ഉൾപ്പെടെയുള്ള നിങ്ങളുടെ അടുത്തുള്ള ജില്ല ഏതാണോ ആ ജില്ലയിലെ കോളേജുകൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവിടുന്ന് മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് എഴുതി വെച്ച് നിങ്ങൾക്ക് എളുപ്പത്തിൽ അപേക്ഷ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഗവൺമെൻറ് എയ്ഡ് കോഴ്സ് കൊല്ലം ഡിസ്ട്രിക്റ്റ് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ജില്ല അടിസ്ഥാനമാക്കിയിട്ട് ഗവൺമെൻറ് എയ്ഡ് അതുപോലെ സെൽഫ് ഫിനാൻസ് കോളേജ് ഈ രീതിയിൽ തന്നെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലുള്ള കേരള യൂണിവേഴ്സിറ്റിയിലെ ഗവൺമെൻറ് എയ്ഡ് കോളേജുകൾ, അതേപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിലുള്ള ഗവൺമെൻറ് എയ്ഡ് കോളേജസ്. ഓക്കെ, ഇനി അതോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റി ഗവൺമെൻറ് സെൽഫ് ഫിനാൻസ് കോളേജ്, ഇനി സെൽഫ് ഫിനാൻസ് കോളേജും ഈ രീതിയിൽ തന്നെ കൃത്യമായിട്ട് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെൽഫ് ഫിനാൻസ് കോളേജിൽ വ്യത്യാസം ഞാൻ നേരത്തെ പറഞ്ഞ വിദ്യാർത്ഥി മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ജില്ലയിലും ഓരോ ഗവൺമെൻറ് എയ്ഡ് സെൽഫ് ഫിനാൻസ് കോളേജ് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. മുഴുവൻ കോളേജുകളുടെയും ലിസ്റ്റ് ഇവിടെ ഉണ്ട്. ഓരോ കോളേജിലെയും സീറ്റുകളുടെ എണ്ണം സബ്ജക്റ്റുകളുടെ എണ്ണം ഇവിടെ കൃത്യമായിട്ട് വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ അതോടൊപ്പം തന്നെ സ്പോർട്സ് വിഭാഗത്തിൽ, അത് സ്പോർട്സ് കോട്ടയിൽ അപേക്ഷ കൊടുക്കുന്ന വിദ്യാർത്ഥികളുടെ കോളേജുകളുടെ ലിസ്റ്റും ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതും ട്രിവാൻഡ്രം ജില്ലയിലെ അതേപോലെ തന്നെ ഓരോ ജില്ലാ അടിസ്ഥാനത്തിലെ സ്പോർട്സ് കോട്ടയുള്ള കോളേജുകളിലെ ലിസ്റ്റും കൂടി കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളും പ്രോസ്പെക്ട്സ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ അപേക്ഷാ പേജിലോട്ട് വരിക. അപ്പോൾ അപേക്ഷാ പേജിലോട്ട് വരുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതാണ് കോളേജ് കോഴ്സുകളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് തീരുമാനമാക്കി വെക്കണം. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് വീണ്ടും ഹോം പേജിലോട്ട് ബാക്കിലോട്ട് വന്ന് ന്യൂ രജിസ്ട്രേഷൻ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഒഫീഷ്യലായിട്ടുള്ള അപേക്ഷാ പേജിലോട്ട് വരാൻ സാധിക്കുന്നതാണ്. ഇവിടെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹോം പേജിൻ്റെ തൊട്ടപ്പുറത്ത് പ്രോഗ്രാംസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കേരള യൂണിവേഴ്സിറ്റി കീഴിലുള്ള ഓരോ കോളേജും എത്ര കോഴ്സുകളാണുള്ളത്. ഉദാഹരണത്തിന് കേരള യൂണിവേഴ്സിറ്റിയിൽ 2025 ഈ പറയുന്ന 25-26 അക്കാഡമിക്കുകൾ 74 കോഴ്സുകളാണ് ഡിഗ്രി വിഭാഗത്തിൽ കേരള യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഓരോ കോഴ്സ് നിങ്ങൾ വായിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾ ഉദാഹരണത്തിന് ഒരു വിദ്യാർത്ഥി സംബന്ധിച്ചിടത്തോളം ഒന്നാമതായിട്ട് BA ഇംഗ്ലീഷ് ഇംഗ്ലീഷിന് കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ്, അല്ലെങ്കിൽ BA സോഷ്യോളജി, അല്ലെങ്കിൽ BA സംസ്കൃതി, അല്ലെങ്കിൽ BA ഫിലോസഫി, അല്ലെങ്കിൽ BA എക്കണോമിക്സ്. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ BA പൊളിറ്റിക്കൽ സയൻസ്. ഇപ്പോൾ ഒരു വിദ്യാർത്ഥി 9ാമത്തത് BA പൊളിറ്റിക്കൽ സയൻസ് ആണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ സ്വാഭാവികമായി ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ BA പൊളിറ്റിക്കൽ സയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന മുഴുവൻ കോളേജുകൾ ലിസ്റ്റും എളുപ്പത്തിൽ വിദ്യാർത്ഥി ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപേക്ഷയിലോട്ട് പോകുന്നതിന് മുമ്പ് പ്രോസ്പെക്ട്സ് ഉള്ളതുപോലെ തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്തതിന് സെപ്പറേറ്റ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് BA പൊളിറ്റിക്കൽ സയൻസ്. പക്ഷേ ശ്രദ്ധിക്കുന്ന കാര്യം ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ബ്രാക്കറ്റിൽ ഗവൺമെൻറ് എയ്ഡ് സെൽഫ് ഫിനാൻസ് ഉണ്ട്. അപ്പോൾ ഗവൺമെൻറ് എയ്ഡ് ആണെങ്കിൽ ഓക്കെ, സെൽഫ് ഫിനാൻസും ഫീസ് കൊടുത്ത് പഠിക്കുന്നു. ഈ കാര്യം വ്യത്യാസം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ നോക്കുക BA പൊളിറ്റിക്കൽ സയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന കോളേജുകളാണ് ഓരോ കോളേജിൻ്റെ ലിസ്റ്റ് മൊത്തം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ഇനി അതേപോലെ BA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ BA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന കോളേജുകളുടെ ലിസ്റ്റ് ഇവിടെ കൃത്യമായി കാണാൻ സാധിക്കും, മൊത്തത്തിലുള്ള കോളേജ് ലിസ്റ്റ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങളുടെ സബ്ജക്റ്റ് ബേസ് നിങ്ങൾക്ക് കോളേജുകൾ കാര്യങ്ങൾ കൃത്യമായിട്ട് ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ എല്ലാ കാര്യവും വളരെ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് നേരത്തെ പറഞ്ഞ ഈ ഒരു ബാക്കിലോട്ട് വന്ന് നിങ്ങളുടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക. അതിനായിട്ട് ബോർഡ് ഓർ എക്സാം പാസ്ഡ് അതിവിടെ നിങ്ങൾക്ക് ജസ്റ്റ് HSC കേരള, ഇനി അല്ലെങ്കിൽ VHSC ആണ് VHS, CBSE ആണ് CBS, ISC ആണ് ISC, THSC കേരള ആണ് അതേഴ്സ് ആണ് അതേഴ്സ്, അത് മറ്റു സ്റ്റേറ്റിലാണ് അതേഴ്സ് ഇടിക്കുക. അപ്പോൾ HSC കേരള നോർമൽ എല്ലാ വിദ്യാർത്ഥികളും ആ രീതിയിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്യുന്നു. എക്സാമിനേഷൻ രജിസ്റ്റർ നമ്പർ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് SLCയുടെ +2യുടെ രജിസ്റ്റർ നമ്പർ കൃത്യമായിട്ട് അടിച്ചു കൊടുക്കുക. +2 രജിസ്റ്റർ നമ്പർ തെറ്റുകൂടാതെ അടിക്കുക. ഇനി അതേപോലെ ജെൻഡർ സെലക്ട് ചെയ്യുക, നാഷണാലിറ്റി, മൊബൈൽ നമ്പർ ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ തന്നെ നിർബന്ധമായിട്ട് കൊടുക്കുക. അതേപോലെ ഇയർ ഓഫ് പാസിംഗ് ഇപ്പോൾ 2025 25 സെലക്ട് ചെയ്യുക. ഇനി അതേപോലെ തന്നെ നെയിം ഓഫ് അപ്ലിക്കൻ്റ്, ഇവിടെ നിങ്ങൾ SLC ബുക്ക് നിങ്ങൾ മുൻവശത്ത് എടുത്ത് വെച്ച് അതേ രീതിയിൽ കൃത്യമായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇമെയിൽ ID കൃത്യമായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്ന നിങ്ങൾ മൊബൈൽ ഫോണിൽ തന്നെയുള്ള ഇമെയിൽ ID കൊടുക്കുന്നു. അതേപോലെ മൊബൈൽ ഈ പറഞ്ഞ നേരത്തെ മൊബൈൽ നമ്പർ ഒന്നും കൂടി കൺഫേം ചെയ്ത് സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ നമ്പർ കാണാൻ സാധിക്കും. അതേപോലെ OTP നിങ്ങളുടെ മൊബൈൽ നമ്പറിലോട്ട് വന്നിട്ടുണ്ടാവും. ആ OTP അത് മാക്സിമം 4 മിനിറ്റിനുള്ളിലാണ്. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് സെൻഡ് അടിച്ച് ഉടനെ തന്നെ OTP വന്നിട്ടുണ്ട്. ആ OTP നമ്പർ ഇവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യണം. അപ്പോൾ ആ OTP ജസ്റ്റ് ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ പാസ്വേഡും അതുപോലെ ആപ്ലിക്കേഷൻ നെയിം വെച്ചുള്ള ഒരു പേജ് വരും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ ലഭിച്ച ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ നിർബന്ധമായിട്ട് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. ആ ഒരു ആപ്ലിക്കേഷൻ നമ്പറും നിങ്ങളുടെ പാസ്വേഡ് എന്ന് വെച്ചാൽ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്തിട്ടാണ് ഇനി ബാക്കിയുള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്യേണ്ടത്. അതേപോലെ അഡ്മിഷൻ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇങ്ങോട്ട് അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള അലോട്ട്മെൻറ്റ്, അതായത് ട്രയൽ അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും ഇനി ഈ പറയുന്ന ആപ്ലിക്കേഷൻ നമ്പറും അതേപോലെ പാസ്വേഡായിട്ട് ഡേറ്റ് ഓഫ് ബർത്തും വെച്ചിട്ടാണ് ലോഗിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിർബന്ധമായും ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ഒന്നുകൂടി നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ ക്ലിക്ക് ചെയ്യുക എന്നുള്ളത് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ ജസ്റ്റ് വീണ്ടും ലോഗിൻ ചെയ്യാൻ നേരത്തെ പറഞ്ഞതുപോലെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്ത് ബാക്കിയുള്ള സ്റ്റെപ്പുകൾ പൂർത്തീകരിക്കാം. അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ട് ഓരോ സ്റ്റെപ്പും ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൃത്യമായിട്ടുള്ള സ്റ്റെപ്പിൻ്റെ ഓരോ ഡീറ്റെയിൽസും കൃത്യമായിട്ട് വായിച്ചതിന് ശേഷം സ്റ്റെപ്പ് 1 അതേപോലെ സ്റ്റെപ്പ് 2 സ്റ്റെപ്പ് 3 രീതിയിൽ ഓരോ സ്റ്റെപ്പും കൃത്യമായി
കൃത്യമായിട്ട് വായിച്ച് 7 സ്റ്റെപ്പാണുള്ളത്. ആ 7 സ്റ്റെപ്പും വായിച്ചതിന് ശേഷം മാത്രം പ്രൊസീഡ് ബട്ടൺ അടിക്കുക. അപ്പോൾ നമുക്ക് ഓരോ കാര്യം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ സ്റ്റെപ്പ് 1 നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നിങ്ങളുടെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ഇതൊക്കെ ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് അവിടെ വന്നിട്ടുണ്ട്. കേരളത്തിൽ നാഷണാലിറ്റി ഇല്ല എങ്കിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ലാൻഡ് ഫോൺ നിങ്ങൾ വിളിച്ചാൽ കിട്ടുന്ന ഒരു എക്സ്ട്രാ നമ്പർ കൊടുക്കുക. കോൺടാക്ട് മൊബൈൽ നമ്പർ നിങ്ങൾ ഓൾറെഡി കൊടുത്തതിന് പകരം എക്സ്ട്രാ വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കുക. ഇമെയിൽ ഐ ഡി ഓൾറെഡി വന്നിട്ടുണ്ട്. അഡ്രസ്സ്, അപ്പോൾ അഡ്രസ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ SLC ബുക്കിൽ അതേ രീതി നിങ്ങൾ അഡ്രസ്സ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതേപോലെ റിലീജിയൻ കൃത്യമായിട്ട്, കാസ്റ്റ് കൃത്യമായിട്ട് SLC ബുക്കിൽ അതേ രീതിയിൽ തെറ്റാതെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം ക്രീമിലർ, അത് അപ്പോൾ OBC വിഭാഗത്തിൽപ്പെട്ട നോൺ ക്രിമിനൽ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളാണെങ്കിൽ ഈ പറയുന്ന SCBC അതായത് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ നിർബന്ധമായിട്ടും സബ്മിറ്റ്. അതായത് SCBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഇപ്പോഴല്ല അഡ്മിഷൻ സമയത്ത് നിങ്ങൾ ഹാജരാക്കിയാൽ മതി. ഇപ്പോൾ നിങ്ങളൊന്നും അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. MG യൂണിവേഴ്സിറ്റിയിലുള്ളത് പോലെയല്ല കേരള യൂണിവേഴ്സിറ്റി. നിങ്ങളിപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഓരോ സർട്ടിഫിക്കറ്റ് നിങ്ങൾ യെസ് കൊടുത്തു കഴിഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും ഇനി ഏതാണ് കാറ്റഗറി കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഇതിൽ പറയുന്ന സമ്പന്നം ഉണ്ടെങ്കിൽ മാത്രം OEC വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ OEC സർട്ടിഫിക്കറ്റ്. ഇനി ഡിഫറൻ്റ്ലി ആബിൾഡ്, അത് ഇനി ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പ്രോസ്പെക്ട്സിൽ കൃത്യമായിട്ട് ഓരോ വിഭാഗത്തിലുള്ള സമ്പന്ന വിഭാഗത്തിലെ ഡീറ്റെയിൽസ് അതിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു പ്രോസ്പെക്ട്സിൽ നിങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഡിഫറൻ്റ്ലി ആബിൾഡ് ആണെങ്കിൽ നിങ്ങളുടെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കണം. അതായത് EWS കാറ്റഗറിയിൽപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൈവശം ഉണ്ടായിരുന്നു. കൈവശം ഇല്ല എങ്കിൽ നിങ്ങൾ ജസ്റ്റ് കൊടുക്കരുത്. കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങൾ കൊടുക്കരുത്. ഓൾറെഡി കിട്ടിയാൽ മാത്രം നിങ്ങൾ പരമാവധി നിങ്ങൾ ഈ പറയുന്ന വെയിറ്റേജ് കൊടുക്കുക. അഥവാ ജസ്റ്റ് കൊടുത്തതിന് ശേഷം പിന്നീട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടും, അഡ്മിഷൻ നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ്. അതേപോലെ ഏതെങ്കിലും റിസർവേഷൻ, അതായത് NSS ആണെങ്കിൽ, SPC ആണെങ്കിൽ, ആർമി, നേവി, എയർഫോഴ്സ് അങ്ങനെ എന്തെങ്കിലും സമ്മനം, അല്ലെങ്കിൽ എക്സ് സർവീസ് മാൻ, അല്ലെങ്കിൽ വിഡോ ഓർ ചിൽഡ്രൻ, അത്തരത്തിൽ ഏതെങ്കിലും സമ്മനം റിസർവേഷൻ പെട്ടവരാണെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് യെസ് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൈവശം ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ ജസ്റ്റ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഈ പറയുന്നു, അതായത് ഒന്നാമത്തെ സ്റ്റെപ്പിൽ പേഴ്സണലായിട്ട് ഡീറ്റെയിൽസ് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഓപ്ഷൻസ് കൊടുക്കലാണ്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ അക്കാഡമിക് പ്രൊഫൈൽ രജിസ്ട്രേഷൻ ആണ്. അപ്പോൾ നിങ്ങളുടെ SLCയുടെ +2യുടെ മാർക്ക് ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ +2 മാർക്ക് ലിസ്റ്റ് കറക്റ്റ്, നിങ്ങളതിൽ ഓരോന്നും നിങ്ങൾക്ക് കൊടുത്ത മാർക്ക് കറക്റ്റാണോ എന്ന് SLC +2 മാർക്ക് ലിസ്റ്റ് നിങ്ങൾ മുൻവശത്ത് എടുത്ത് വെച്ച് ഓരോ സബ്ജക്റ്റിലും മാർക്ക് കറക്റ്റാണ് നിങ്ങൾ ഉറപ്പുവരുത്തുക. അതേപോലെ തന്നെ ടൈപ്പ് ഓഫ് എക്സാമിനേഷൻ റെഗുലർ. അപ്പോൾ സ്വാഭാവികമായിട്ടും റെഗുലർ ആയിട്ട് എല്ലാ വിദ്യാർത്ഥിയും ഇനി ഓപ്പൺ സ്കൂൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. സ്ട്രീം, അതായത് സയൻസ് ആണോ, ഹ്യൂമാനിറ്റീസ് ആണോ, കൊമേഴ്സ് ആണോ, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇയർ ഓഫ് പാസിംഗ്, അതേപോലെ നമ്പർ ഓഫ് അപ്പിയറൻസ് ഫസ്റ്റ് ടൈമാണ്. ഇപ്പോൾ പാസ്സായവരൊക്കെ 1 എന്ന് ടൈപ്പ് ചെയ്യുക. എക്സാമിനേഷൻ രജിസ്റ്റർ നമ്പർ കൃത്യമായിട്ട് കൊടുക്കുക. അപ്പോൾ ഇത്തരത്തിൽ ജസ്റ്റ് +2ൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നു. അതിനുശേഷം നിങ്ങൾ മൂന്നാമത്തതാണ് AD ആൻഡ് ചേഞ്ച് ഓപ്ഷൻസ്. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ നിങ്ങൾ ആ പേപ്പറിൽ എഴുതി വെച്ച കറക്റ്റ് കോളേജുകളും അതേപോലെ കോഴ്സും നിങ്ങൾ ഉപയോഗപ്പെടുക. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ 1, 2, 3, 4 ആ ഒരു ഡാറ്റ അനുസരിച്ച് നിങ്ങൾ കൊടുക്കുക. ഇനി ഉദാഹരണത്തിന് ഒരാൾക്ക് ട്രിവാൻഡ്രത്തുള്ള കോളേജിൽ അവിടെ തന്നെ ഏതെങ്കിലും ഒരു കോഴ്സിൽ അഡ്മിഷൻ കിട്ടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ആ കോളേജിൽ ഏതൊക്കെ കോഴ്സുകൾ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ പറ്റുമോ ആ കോളേജിലെ മുഴുവൻ കോഴ്സുകൾ നിങ്ങൾ ഒന്നാമത്തത്, ഉദാഹരണത്തിന് അവിടെ ഫിസിക്സ് ആണെങ്കിൽ, ഓക്കെ, ഉദാഹരണം ട്രിവാൻഡ്രം കോളേജിൽ നമ്പർ 1 ഫിസിക്സ്, ട്രിവാൻഡ്രം കോളേജ് നമ്പർ 2 കെമിസ്ട്രി, ട്രിവാൻഡ്രം കോളേജ് നമ്പർ 3 ജിയോളജി, നമ്പർ 3 ബയോളജി. ആ രീതിയിൽ ജസ്റ്റ് ആ കോളേജിനെ മുഴുവൻ നിങ്ങൾ കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അത്തരത്തിൽ കൃത്യമായിട്ട് കൊടുക്കുന്നു. ശേഷം അടുത്ത സ്റ്റെപ്പിൽ പേയ്മെൻറ്റ്, നിങ്ങൾ ഓൺലൈനായിട്ടല്ല, നിങ്ങൾ അപേക്ഷ ഫീസ് ജസ്റ്റ് നിങ്ങൾ പേയ്മെൻറ്റ് ജസ്റ്റ് GPay വഴി തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ആ പേയ്മെൻറ്റ് കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അഞ്ചാമത്തെ സ്റ്റെപ്പിൽ നിങ്ങളുടെ ഫോട്ടോ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യലാണ്. അപ്പോൾ അപേക്ഷയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ കൈവശം ഫോട്ടോ സിഗ്നേച്ചർ ഇല്ല എങ്കിൽ ഈ പറയുന്ന രീതിയിൽ ജസ്റ്റ് 40 KB സൈസുള്ള ഫോട്ടോയും അതേപോലെ തന്നെ ജസ്റ്റ് അതേ രീതിയിൽ സൈസ് കുറഞ്ഞ സിഗ്നേച്ചർ 40 KB ഒരു സിഗ്നേച്ചറും ജസ്റ്റ് സെറ്റ് ചെയ്ത് വെക്കുക. നോർമലി 150, 200 ജസ്റ്റ് നോർമലി നിങ്ങൾ ഫോട്ടോ സെറ്റ് ചെയ്യുമ്പോൾ ആ രീതിയിൽ തന്നെയാണ് വരിക. ജസ്റ്റ് ഒരു സിമ്പിളായിട്ടുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോയും സിഗ്നേച്ചറും ജസ്റ്റ് നിങ്ങൾ ഇനി സിഗ്നേച്ചർ നമ്മൾ ജസ്റ്റ് ഒരു വൈറ്റ് പേപ്പറിൽ എഴുതിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ മൊബൈൽ ഫോണിൽ തന്നെ നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്ത് നിങ്ങൾക്ക് സൈസ് സെറ്റാക്കുവാൻ സാധിക്കുന്നതാണ്. അത് എളുപ്പത്തിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ അവസാനത്തത് വെരിഫൈ ചെയ്യലാണ് സ്റ്റെപ്പ് 6ാമത്തത്. അപ്പോൾ എല്ലാ ഡാറ്റയും നിങ്ങൾ കൊടുത്ത പ്രൊഫൈൽ, അക്കാഡമിക് ഡീറ്റെയിൽസ്, പേഴ്സണൽ ഡീറ്റെയിൽസ്, അഡ്രസ്സ്, അതേപോലെ നിങ്ങളുടെ സംഭരണത്തിന് കൊടുത്ത അല്ലെങ്കിൽ വെയിറ്റേജിന് കൊടുത്ത സർട്ടിഫിക്കറ്റുകൾ യെസ് ഓർ നോ എന്നുള്ളത്, അതേ ഡോക്യുമെൻറ്റ്സ്, ഫോട്ടോ, സിഗ്നേച്ചർ, അതേപോലെ ഓപ്ഷൻസ് കൊടുത്ത ഒക്കെ കൃത്യമായിട്ടൊന്നുകൂടി ക്ലിക്ക് ചെയ്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം ഇപ്പോൾ മാറ്റം വരുത്തുക. അപ്പോൾ എല്ലാം ക്ലിയർ ആണെങ്കിൽ നിങ്ങൾ വെരിഫൈ ചെയ്യുക. അതായത് നിങ്ങൾ ഫൈനലി സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അങ്ങനെ ഫൈനൽ സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈനൽ ഒരു പ്രിൻ്റ് ഔട്ട് കിട്ടും. ആ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങൾ ഇപ്പോൾ ജസ്റ്റ് മൊബൈൽ ഫോണിൽ നിങ്ങൾ PDF ആയിട്ട് സേവ് ചെയ്ത് വെച്ചാൽ മതി. പിന്നീട് അഡ്മിഷൻ കിട്ടിയാൽ അഡ്മിഷൻ സമയത്ത് നിങ്ങൾ ഈ പറയുന്ന പ്രിൻ്റ് ഔട്ട് നിർബന്ധമായിട്ടും അത് PDF പ്രിൻ്റ് എടുത്ത് നിങ്ങൾ ഹാജരാക്കണം. അതുകൊണ്ട് പ്രിൻ്റ് ഔട്ട് നിർബന്ധമായിട്ട് നിങ്ങൾ കൈവശം നിങ്ങൾ സേവ് ചെയ്ത് വെക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഇത്രയും കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ ജസ്റ്റ് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പ്രൊസീഡ് ബട്ടൺ പ്രസ് ചെയ്ത്
ഞാൻ നേരത്തെ പറഞ്ഞ ഓരോ കാര്യം ഇവിടെ നിങ്ങൾക്ക് ലൈവായിട്ട് ഓരോ കാര്യം ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു അപേക്ഷയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കാനുള്ളത്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ഇപ്പോൾ തന്നെ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട അപേക്ഷ പൂർത്തീകരിക്കുക. അപ്പോൾ കൃത്യമായിട്ട് എല്ലാ യൂണിവേഴ്സിറ്റികളിലും അതേപോലെ തന്നെ ഓട്ടോണമസ് കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ കോളേജുകളിലെയും ഡിഗ്രി ഉൾപ്പെടെ എല്ലാ കോഴ്സുകളിലെയും അപ്ഡേറ്റ്സുകൾക്ക് മറക്കാതെ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ, ബെല്ലേക്ക് എനാബിൾ ചെയ്ത് വെക്കാൻ, പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇടാം. ഇറ്റ്സ് മീ സവാദ് ലച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.